ഈ CPIയെ കുറിച്ച് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. CPMന്റെ ആട്ടും തുപ്പും ചവിട്ടും കുത്തും എല്ലാം ഏറ്റ് ആ തൊഴുത്തിൽ കിടക്കുകയാണ്. അല്ല, അവിടെ കിടന്നാലല്ലേ പറ്റുള്ളൂ, വേറെ എവിടെ പോകാനാ? പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ചവിട്ടും കുത്തും, പിന്നെ പിണറായിയുടെ സിൽബന്തികളുടെ MM മണിയുടെ ആട്ടും തുപ്പും. MM മണിക്ക് ഇപ്പൊ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അധികം ഈ നാവിൽ ഈ വഷളത്തരം ഒന്നും വരുന്നുമില്ല. അപ്പൊ എന്തായാലും CPI ഇടയ്ക്കൊക്കെ ഒന്ന് ഉണരും എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾക്ക് നട്ടല്ലുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ CPIയുടെ കൗൺസിലിൽ വലിയ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സർക്കാരില് മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടരുത്. അത് ബാക്കി മന്ത്രിമാരെ ഒന്നും തന്നെ അറിയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന രണ്ടുപേരേ ഉള്ളൂ കേട്ടോ ഈ മന്ത്രിസഭയിൽ, മുഖ്യമന്ത്രിയും പിന്നെ നമ്മുടെ മരുമകൻ റിയാസിനെയും അറിയാം. അതങ്ങനെയാണല്ലോ. റിയാസിനെ അരിയിട്ട് വാഴ്ച നടത്താൻ വേണ്ടിയാണ് പിണറായി ഇങ്ങനെ കരുതി കൂട്ടിയിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പല വമ്പന്മാരെയും വെട്ടിമാറ്റി. ഐസക്കിനെ, സുധാകരന്, ബാലന്, എന്തിനും ഏതിനും അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ ബാലൻ തയ്യാറായിരുന്നു. ഇപ്പൊ ബാലനെ എല്ലായിടത്തു നിന്നും വെട്ടി ഇറക്കിയിരിക്കുകയാണ്. ബാലനെയും ബാലനായിട്ട് വീട്ടിയിരിക്കും. അവള് ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും വെട്ടി നിരത്തിയിട്ട് പിന്നെ ശൈലജ ടീച്ചറെ മാത്രം വെട്ടി നിരത്തിയെങ്കിലും പാതിയെ വെട്ടിയുള്ളൂ, മന്ത്രിയാക്കിയില്ല. മട്ടന്നൂർ കൊണ്ടുപോയി നിർത്തി, വിജയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള MLA ആണ്. അപ്പൊ അങ്ങനെ പിണറായി തൻ്റെതായ വഴികളെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഏത് മന്ത്രിമാരെ അറിയും? ഒരു മന്ത്രിമാരെ അറിയത്തില്ല. ഘടകകക്ഷികളിൽ നിന്ന് ഓരോരുത്തർ 2.5 വർഷം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കയറി വരുന്നവരുണ്ട്. അതൊക്കെ ഉള്ളൂ. CPIയുടെ മന്ത്രിമാരെ ഒന്നും തന്നെ ആരെയും അറിയുന്നില്ല. രാജനെയോ പ്രസാദിനെയും പലപ്പോഴും അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം മുഖ്യമന്ത്രിയിലൂടെ മാത്രമാണ്. CPIയിലെ മന്ത്രിമാരും മാത്രമല്ല, എല്ലാ മന്ത്രിമാരും അമിത വിധേയത്വം പുലർത്തുന്നവരാണ് എന്നാണ് പറയുന്നത്. പാർട്ടി മന്ത്രിമാർക്ക് അമിത വിധേയത്വമാണ് എന്നുള്ളതെന്നാണ് ഇവിടെ കൗൺസിലിൽ ഉണ്ടായ രൂക്ഷ വിമർശനം. അങ്ങനെ നിന്നാലേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ CPIക്ക് നിൽക്കാൻ പറ്റില്ല. MM മണി ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരു വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചു കാണിക്കാമോ? ശരിയല്ലേ? കേരളത്തിലെ CPIയുടെ സ്ഥിതി എന്താ? CPI യഥാർത്ഥത്തിൽ കളങ്കമില്ലാത്തവരാണ് കേട്ടോ, അഴിമതി ഇല്ലാത്തവരാണ്. CPMലും അഴിമതി ഇല്ലാത്തവരുണ്ട്. നമുക്കിപ്പോൾ PK ഗുരുദാസിനെയും G സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. എവിടാ കറ പുരണ്ടത്? എങ്ങും ഉണ്ടായിട്ടില്ല. പൊതുമരാമത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മരുമാൻ ഇരിക്കുന്ന കണ്ടില്ലേ? ആദ്യം വന്നപ്പോഴേ മരുമാന് കൊടുത്തത് എന്താണ്? ഈ പിന്നെ പൊതുമരാമത്താണ്, ടൂറിസവും എല്ലാം കൂടി കൊടുത്തു. അപ്പൊ അതിലൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം പഴയ രീതിയിൽ തന്നെ എങ്ങനെ പോവുകയാണ്, റവന്യൂവും കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അവര് എപ്പോഴും വളരെ ലാളിത്യത്തോടു കൂടിയവരാണ് കേട്ടോ ഈ CPIക്കാര്. എന്ത് പറഞ്ഞാലും CPI എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ മനസ്സിൽ മാത്രമല്ല കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട ജനങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് C അച്യുതമേനോൻ, PK വാസുദേവൻ നായർ, MM ഗോവിന്ദൻ നായർ. ഈ CPIയിലെ ഇത്രയും ലാളിത്യവും അറിവും ഒക്കെയുള്ള പിന്നെ നേതാക്കന്മാരെ നമുക്ക് എവിടെ കാണാൻ കഴിയും? C അച്യുതമേനോൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വന്ന് KSRTC ബസ്സിൽ കയറി തൃശ്ശൂർക്ക് പോയ ആളാണ്. നമ്മുടെ കാരണഭൂതന്നെ അത് പറ്റുമോ? പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ താമസിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവിടെ തേക്കങ്കാട് മൈതാനത്ത് ചെന്ന് ഇരിക്കുമായിരുന്നു. തേക്കങ്കാട് മൈതാനത്ത് വൈകുന്നേരം എല്ലാവരും അവിടെ പിന്നെ കാറ്റ് കൊള്ളാനും കൊച്ചു വർത്തമാനം പറയാനും ഒക്കെ ആയിട്ട് വന്നിരിക്കും. ഈ അച്യുതമേനോന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്.
ഓരോ ഡേറ്റ് ഇട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തേക്കിൻകാട് മൈതാനിയിൽ പോയിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. തിരികെ വരുമ്പോൾ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചു, ഓറഞ്ചിനൊക്കെ എന്തൊരു വില. ഇങ്ങനെയാണ് അദ്ദേഹം ഓർമ്മക്കുറിപ്പ് എഴുതി പോയിട്ടുണ്ട്. പി കെ വാസുദേവൻ നായരോ വലിയ ലാളിത്യമുള്ളവരല്ലേ. എന്തിന് നമ്മുടെ ഈ പന്ന്യൻ രവീന്ദ്രൻ ഈ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും പന്ന്യൻ രവീന്ദ്രൻ വൈകുന്നേരം ആകുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അതുവഴി വന്ന് നടന്ന് അവിടെ സ്റ്റാച്യൂവിൽ തട്ട് ബുക്ക് സ്റ്റാളുണ്ട്, അവിടെ നിന്ന് വാരികളുമൊക്കെ വായിച്ച് ബുക്ക് സ്റ്റാളുകളിലൊക്കെ കയറി എല്ലാവരുമായിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തി ഒരു ചായയൊക്കെ കുടിച്ച് പിരിയും. അതേ അവസരത്തിൽ തന്നെ CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു ഇന്നോവ കാറിൽ മലന്ന് കിടന്നു പോകുന്ന കാണാം. CPIയുടെ ലാളിത്യവും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അഴിമതി ഇല്ലാത്തവരാണ് കേട്ടോ. അച്യുതമേനോനെ പോലൊക്കെ ഉള്ള പ്രഗത്ഭന്മാരെ ഇനി എങ്ങനെ കിട്ടാൻ, PK വാസുദേവൻ നായരും ഒക്കെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടിയുടെ പിൻതലമുറയിൽപ്പെട്ട നമ്മുടെ ഈ CPIയുടെ നേതാക്കന്മാരൊക്കെ പിണറായിയെ പിന്താങ്ങി പിണറായിയുടെ വിധേയരായിട്ട്, സകല മന്ത്രിമാരും അങ്ങനെ തന്നെയാണ്. ഈ CPIക്കാർ മാത്രമല്ല, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ സിനിമയില്ലേ, അതിനകത്ത് സക്കറിയയുടെ കഥയാണത്, ഭാസ്കര പട്ടേലിലും. അതിലെ MR ഗോപകുമാറാണ് വിധേയനായിട്ട് അങ്ങനെ നിൽക്കുന്നത്. ആ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ മുമ്പില് അങ്ങനെ വിധേയനായിട്ട് നിൽക്കുന്നത് കാണാം ഒച്ചാനിച്ച്. അതിലും താഴെയായിട്ടാണ് നമ്മളെ മന്ത്രിമാരെ പിണറായിയുടെ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിൽ ഭരിക്കുന്നവരുടെ ലിസ്റ്റിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് പിണറായി വിജയൻ, 2 മുഹമ്മദ് റിയാസ്. ഇവർ 2 പേരേ ഉള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ അപ്രസക്തരാക്കി എന്നുള്ളതാണ്. പിണറായി വിജയൻ അതിന് മിടുക്കനാണ്. ഇപ്പൊ നമുക്കറിയാം, കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നത് ശൈലജ ടീച്ചറാണ്. ഓരോ ദിവസവും വന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് വൈകുന്നേരം വീട്ടിലിരുന്ന് ഇതൊക്കെ കാണലാണല്ലോ ജോലി. ശൈലജ ടീച്ചർ എന്ന് പറയും, ഇന്ന് ഇത്ര പേർക്ക് കോവിഡ്, നിങ്ങൾ മാസ്ക് ധരിച്ചോ, പുറത്തിറങ്ങരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൈ കഴുകിക്കോ 4 വട്ടം, ഇതൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജനങ്ങളങ്ങ് ഇതിനു വേണ്ടി കാതോർത്തിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാരണഭൂതൻ ഇതങ്ങ് പിടിച്ചടക്കി. ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. കാരണഭൂതന്റെ ഈ മറ്റുള്ളവരെ ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള CPMനകത്ത് അതുണ്ടല്ലോ. KR ഗൗരിയമ്മയെ ഒതുക്കിയിട്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാണ് ഒരു തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കുമെന്നല്ലേ പറഞ്ഞത്? കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവസാനം പറ്റിച്ചില്ലേ? അതുപോലെ പലരെയും പറ്റിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രിസഭയിലുള്ളവരെ. അപ്പൊ CPI ഇങ്ങനെ വിധേയരായി നിൽക്കുന്നു.